2023 നടന്ന SSC CGL എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്കണോമിക്സ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 പാർട്ടുകളായിട്ടാണ് ഈ സീരീസ് നമ്മൾ തരുന്നത്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഇന്ന് കാണുന്നു. ഇത് കാണുന്നതിന് മുമ്പായിട്ട് തന്നെ 2022 CGL എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും 2022 MTSന്റെ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെയും ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കുകൾ ഉപയോഗിച്ച് ആ എക്സ്പ്ലനേഷൻസ് കാണണം. കാരണം ആ എക്സ്പ്ലനേഷൻസിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് 2023 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. വീണ്ടും 2023 ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ പ്ലാനിങ്ങിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്ലാനിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു കോംപ്രഹെൻസീവ് ക്ലാസ് ഇതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നടത്തിയ എല്ലാ പ്ലാൻസും അതിൻ്റെ ഇമ്പോർട്ടൻസും അടങ്ങുന്ന ആ ലിങ്ക് ഉപയോഗിച്ച് ആ വീഡിയോസ് കാണണം. അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് എത്തുവാണെങ്കിൽ കൺസെപ്റ്റ് വളരെ പെട്ടെന്ന് ക്ലാരിറ്റിയിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഏരിയാസ് റിപ്പീറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്താ പ്രയോജനം? 2024 CGL എക്സാമിനേഷന് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സംബന്ധിച്ചിടത്തോളം GKയിലെ 25 ക്വസ്റ്റ്യൻസിനകത്ത് 2 ക്വസ്റ്റ്യൻസ് എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ അത് വളരെ പ്രയോജനം ചെയ്യും. നമ്മുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പഠിക്കാൻ സാധിക്കത്തില്ല. ബേസിക് കൺസെപ്റ്റുകൾ നന്നായിട്ട് പഠിച്ച് ഓരോ ടോപ്പിക് ബൈ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചതിന് ശേഷം സെക്ഷൻ വൈസ് ടെസ്റ്റ് എഴുതി മുന്നോട്ട് പോകണം. ആ സെക്ഷൻ വൈസ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ആശ്രയിക്കാം. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് പഠിക്കുന്നത് വഴി എക്കണോമിക്സിലെ ബേസിക് കൺസെപ്റ്റുകൾ പഠിക്കാൻ സാധിക്കും. വരുന്ന എക്സാമിനേഷന് കൃത്യമായി പ്രിപ്പയർ ചെയ്യാനുള്ള നല്ലൊരു ഇൻഡിക്കേറ്ററായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ക്വസ്റ്റ്യൻസ് നോക്കാം. The consumption of fixed capital is also known as. നോക്കുക, കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ കൺസ്യൂം ചെയ്തതിന് വിളിക്കുന്ന പേരെന്താണ്? ഡിപ്രീസിയേഷൻ, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്, അപ്രീസിയേഷൻ, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, that is known as depreciation. What is depreciation? The wear and tear of a machine is known as depreciation. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ടാകുന്ന കൺസംഷൻ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. എന്താ ഫിക്സഡ് ക്യാപിറ്റൽ? നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കൺസ്യൂമർ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലും ഒരു ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഈ പെൻ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, എഴുതുന്ന നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നതായിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, എന്തുണ്ടാക്കണമെങ്കിലും എന്ത് കൺസ്യൂമർ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലും അതൊരു ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമാണ്. അത് ഹെവി മെഷീൻസ് ആകാം, ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. ആ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ആ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്തിരിക്കൊണ്ടിരിക്കുന്നത് പോലെ എപ്പോഴും ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. ക്യാപിറ്റൽ ലോങ് ടൈം അസറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലിന് എല്ലായ്പ്പോഴും വിയർ ആൻഡ് ടിയർ ഉണ്ടാകും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസേജ് മൂലമുണ്ടാകുന്ന വിയർ ആൻഡ് ടിയറിന് വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. സോ ദ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിപ്രീസിയേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള ടേംസ് നമുക്ക് നോക്കിയാലോ? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ 2 ടേം കാണാം. പിന്നെ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ടേമും കാണാം. എന്താ അപ്രീസിയേഷൻ? ഇപ്പോൾ കറൻസി അപ്രീസിയേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്ന് പറയും. അതിന് അപ്രീസിയേഷൻ സംഭവിച്ചെന്ന് പറയും. അടുത്തത് നെറ്റ് ഇൻവെസ്റ്റ്മെന്റും ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും. എന്താണ് ഗ്രോസ് വാല്യൂ, നെറ്റ് വാല്യൂ? ഉദാഹരണത്തിന് ഒരാൾക്ക് 10,000 രൂപ ശമ്പളമുണ്ട്. പക്ഷേ അയാളുടെ കയ്യിൽ ടാക്സ് പോയിട്ട് ഒരു 9,000 റുപ്പീസാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാളെ കയ്യിൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്. അതായത് ആകെയുള്ള സാലറിക്ക് വിളിക്കുന്ന പേരാണ് ഗ്രോസ്. അപ്പോൾ ഗ്രോസ് സാലറിയിൽ നിന്ന് എന്തെങ്കിലും റിഡക്ഷന് ശേഷം കയ്യിൽ കിട്ടുന്നതിനെ നമ്മൾ നെറ്റ് സാലറി എന്ന് വിളിക്കും. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റും നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും എന്താണ്? ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ കൂട്ടുന്നതിലേക്കോ അതിൻ്റെ ക്യാപിറ്റൽ കൂട്ടുന്നതിലേക്കോ ഒരു വർഷം നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. അവിടെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷനോട് കൺസിഡർ ചെയ്തിട്ടാണ് വാല്യൂ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ വാട്ട് ഈസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് നോൺ ആസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എപ്പോഴും ഓർക്കുക, ഗ്രോസ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്തോ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂവും നെറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഗ്രോസിൽ നിന്ന് കുറച്ച് കിട്ടുന്ന വാല്യൂവും ആയിരിക്കും. In which industrial policy was the investment limit for tiny industry or unit increased to rupees 2 lakh? 1977, 1991, 1980, 1956. ഓക്കെ, ഇതൊരു വളരെ ഫാക്ച്വലായ ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും ഈ ഓരോ വർഷങ്ങളിലും ഇൻഡസ്ട്രിയൽ പോളിസീസ് പാസ്സായിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് 1980 ആണ്. അപ്പോൾ ഇനിയും ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ ഓപ്ഷൻ്റെയും ഓരോ ഇയറിൻ്റെയും പ്രത്യേകത നമുക്ക് നോക്കാം.
1977, 1991, 1956. 1956 ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വഴി ഇൻഡസ്ട്രിയലൈസേഷൻ നടത്തുക എന്നുള്ളതായിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ ത്രൂ PSUs. 1977 ലക്ഷ്യം എന്ന് പറയുന്നത് റീജിയണൽ ഡിസ്പാരിറ്റി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 1977 പറഞ്ഞു റീജിയണൽ ഡിസ്പാരിറ്റി ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ കുറയ്ക്കുക, ഓക്കെ, എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഓക്കെ, 1991 നമുക്കറിയാം LPG റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് ഒരു ന്യൂ ഇക്കണോമിക് പോളിസി തന്നെ വരുന്നത് 1991. അപ്പോൾ ഈ ഓപ്ഷനിൽ പറയുന്ന ഓരോ വർഷങ്ങളിലെ ഇൻഡസ്ട്രിയൽ പോളിസീസിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Raitwari system of revenue collection in India introduced by the British was based on the Smith's theory of rent, Ricardian theory of rent, Malthusian theory of rent, Marx theory of rent. റൈത്തുവാരി സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ്. ഇത് മദ്രാസ് പ്രസിഡൻസിയിലാണ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിരുന്നാലും ക്വസ്റ്റ്യൻ പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് സ്മിത്സ് തിയറി ആണോ, റിക്കാർഡിയൻ തിയറി ആണോ, മാൽത്തൂഷ്യൻ തിയറി ആണോ, അതോ മാക്സ് തിയറി ആണോ, ഈ ഏത് എക്കണോമിക്സിൻ്റെ തിയറി അനുസരിച്ചിട്ടാണ് ഈ റൈത്തുവാരി സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ചോദ്യം. ആൻസർ വന്നിരിക്കുന്നത് റിക്കാർഡിയൻ തിയറി ഓഫ് റെൻറ്റ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ഓരോ തിയറീസും എന്താ നമുക്ക് നോക്കാം. ഒന്ന് സ്മിത്സ് തിയറി ഓഫ് റെൻറ്റ്. സ്മിത്ത് പറയുന്നത് റെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫീ പെയ്ഡ് ഫോർ യൂസ് ഓഫ് ലാൻഡ്. ഒരു ലാൻഡ് ഉപയോഗിക്കുമ്പോൾ അതിന് കൊടുക്കുന്നത് ഫീ ആണ് റെൻ്റ് എന്നാണ് സ്മിത്സ് പറയുന്നത്. എന്നാൽ റിക്കാർഡിയൻ പറയുന്നത് സർപ്ലസ് ഇൻകം. റെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ആകെയുള്ള വരുമാനത്തിൻ്റെ സർപ്ലസ് ഇൻകം ആയിട്ടാണ് നിങ്ങൾ റെൻ്റായിട്ട് കൊടുക്കുന്നതാണ് റിക്കാർഡിയൻ പറയുന്നത്. മാൽത്തൂഷ്യൻ പറയുന്നത് വെൻ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻക്രീസസ് റെൻറ്റ് ഇൻക്രീസസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഡിക്ലൈൻസ് എന്നുള്ളതാണ്. അപ്പോൾ റെൻറ്റും അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് തമ്മിൽ റിലേഷൻഷിപ്പാണ് മാൽത്തൂഷ്യൻ തിയറി പറയുന്നത്. മാർക്സ് തിയറി പറയുന്നത് റെൻ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബേഴ്സ് ബൈ ലാൻഡ് ഓണേഴ്സ് എന്നാണ്. അപ്പോൾ ഈ 4 തിയറിയും നോട്ട് ചെയ്ത് വെക്കുക, ഇനിയുള്ള പരീക്ഷകൾക്കും അത് പ്രയോജനം ചെയ്യും. Which of the following groups of states recorded very high population growth during 2001-2011 census of India? Bihar, Rajasthan, Sikkim, West Bengal, Meghalaya, Bihar, Bihar, Haryana, Meghalaya, Meghalaya, Arunachal Pradesh, Bihar. ചോദ്യം എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്സ് റെക്കോർഡഡ് വെരി ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് ഡ്യൂറിങ് 2001-2011 സെൻസസ്. ആൻസർ വന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, ബീഹാർ എന്നുള്ളതാണ്. 2011 സെൻസസ് ശേഷം ഇന്ത്യയിൽ സെൻസസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 2001 മുതൽ 2011 വരെയുള്ള ആ സെൻസസ് ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ സെൻസസ് ഡാറ്റയിലെ പോപ്പുലേഷൻ സംബന്ധമായ ചില ഇൻഫർമേഷൻസ് നോക്കാം. അവർക്ക് 2022 ഞാൻ ചെയ്ത CGL എക്സാമിനേഷൻ ഡിസ്കഷനിൽ 2011 സെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. അപ്പോൾ അതേ ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻ വരുന്നത് കാണാൻ സാധിക്കും. 2024 നടക്കാൻ പോകുന്ന എക്സാമിനേഷനിലും തീർച്ചയായിട്ടും നമുക്ക് 2011 സെൻസസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന എക്സ്പ്ലനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2011 സെൻസസ് അനുസരിച്ചുള്ള ചില ബേസിക് ഇൻഫർമേഷൻ ആണ്. ഒന്ന്, സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. 2, യൂണിയൻ ടെറിട്ടറി വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡൽഹി. 3, സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി അരുണാചൽ പ്രദേശ്. 4, യൂണിയൻ ടെറിട്ടറി വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അടുത്തത്, ഡിസ്ട്രിക്റ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി മുംബൈ സിറ്റി. ഡിസ്ട്രിക്റ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ലാഹോൾ ആൻഡ് സ്പിതി. ഓർക്ക് ഇതെല്ലാം 2011 സെൻസസിനെ അനുസരിച്ചുള്ള ഡേറ്റയാണ്. 2024 എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിരുന്നാലും 2011 ശേഷം മറ്റൊരു സെൻസസ് ഡാറ്റ വന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ ബേസ്ഡ് ഓൺ 2011 സെൻസസിന് ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷനെ സംബന്ധിച്ച് ആൻസേഴ്സ് വരുന്നതെല്ലാം റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്സ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോവിങ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് in the correct chronological order according to the year they were set up. ഓർക്കുക, 3 ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്: ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ICICI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI. 1323112 2131123. ഓർക്ക് ഇതിനകത്ത് ഏറ്റവും ആദ്യമായി ഫോം ചെയ്തത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്, IFCI ആണ്. IFCI വന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി. അതുകൊണ്ട് ഞാൻ ആൻസർ കൊടുത്തു. ഈ ഒരു ക്വസ്റ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോം ചെയ്ത ഇയർ മാറ്റാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എക്സാംസിനും ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് CGL-നോ CHSL-നോ MTS-നോ
അതിൻ്റെ ക്രോണോളജിക്കൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഓർഡർ ചോദിക്കാനോ അല്ലെങ്കിൽ അത് ഫോം ചെയ്ത ഇയർ ചോദിച്ചിട്ടോ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച ഇൻഫർമേഷൻസ് നമുക്ക് നോക്കിയാലോ. ഒന്ന് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI ഫോം ചെയ്ത വർഷം 1948 ആണ് കേട്ടോ. ആദ്യമായിട്ട് ഫോം ചെയ്ത ഒരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് IFCI. 1948 IFCI ഫോം ചെയ്യുന്നത്. രണ്ടാമത് ഫോം ചെയ്തതാണ് നമ്മുടെ ICICI ഫോം ചെയ്തപ്പോൾ ഒരു ബാങ്ക് അല്ലായിരുന്നു കേട്ടോ. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ICICI ഫോം ചെയ്തത്. ഫോം ചെയ്യുന്ന വർഷം 1954 മടക്കാതിരിക്കുക. ഓക്കെ, അടുത്തത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI ഫോം ചെയ്തത് 1964 ICICI എന്നൊരു കൊമേഴ്സ്യൽ ബാങ്കാണ്. 1994 ICICI കൊമേഴ്സ്യൽ ബാങ്കായിട്ട് മാറ്റപ്പെട്ടത്. IDBI കൊമേഴ്സ്യൽ ബാങ്കായിട്ട് മാറ്റപ്പെടുന്നത് 2019 ഈ ഇയേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ട്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും ഇതേ ഏരിയയിൽ നിന്ന് ഇതേ ക്വസ്റ്റ്യൻസ്, ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ റെഗുലേറ്റർ ഓഫ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ? SEBI, RBI, NABARD, SBI. ഓക്കെ, റെഗുലേറ്റർ ഓഫ് മൈക്രോ ഫിനാൻസ്. ഓക്കെ, നമുക്കറിയാം സെബി എന്ന് പറയുന്നത് ദ റെഗുലേറ്റർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്ററാണ് സെബി എന്ന് പറയുന്നത്. RBI എൻ്റയർ മണി മാർക്കറ്റിന്റെ റെഗുലേറ്റർ എന്ന് പറയുന്നത് RBI ആണ്. അപ്പോൾ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മണി മാർക്കറ്റിന്റെ പാർട്ട് തന്നെയാണ്. അതുകൊണ്ട് RBI ഈസ് ദ റെഗുലേറ്റർ ഓഫ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. ദെൻ NABARD, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇതൊന്നിൻ്റെയും റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല NABARD. മറിച്ച് NABARD കോർപ്പറേറ്റീവ് ബാങ്ക്സിനെ മോണിറ്ററൈസ് ചെയ്യുന്നുണ്ട്. അത് RBIയുടെ ഗൈഡൻസ് അനുസരിച്ചാണ്. അതേപോലെ തന്നെ റീഫിനാൻസിങ് ഏജൻസി ആയിട്ട് ചെറിയ അഗ്രികൾച്ചറൽ ബാങ്കിനും കോർപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഒക്കെ റീഫിനാൻസിങ് ഏജൻസി ആയിട്ട് NABARD ആക്ട് ചെയ്യുന്നുണ്ട്. SBI നമുക്കറിയാം ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്കാണ് SBI. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. ആൻസറിനോടൊപ്പം തന്നെ ദ റെഗുലേറ്റർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യയെ നമ്മൾ കണ്ടു. ദ റീഫിനാൻസിങ് ഏജൻസി ഫോർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റും നമ്മൾ കണ്ടു, NABARD. The Pradhan Mantri Rozgar Yojana was started during the 9th 5-year plan, 8th 5-year plan, 7th 5-year plan, 10th 5-year plan. ആൻസർ 8th 5-year plan ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 5-year പ്ലാനെ സംബന്ധിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം സ്ഥിരമായി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയയാണ് 5-year പ്ലാൻ. ഈ പറഞ്ഞ എല്ലാ 5-year പ്ലാൻസിനെ കുറിച്ച്, ഇന്ത്യയിൽ നടന്ന ഇതുവരെയുള്ള എല്ലാ 5-year പ്ലാൻസിനെ കുറിച്ചും ആനുവൽ പ്ലാൻസിനെ കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽസ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഡോട്ട്സ് അക്കാഡമി ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ വീഡിയോ കാണണം. അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാ എക്സാമും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടക്കമുള്ള ബാങ്കിങ് എക്സാംസ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും നമുക്ക് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ലഭിക്കും. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായും കാണുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെഷീൻസ്, ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് and buildings are examples of which type of goods? Consumer goods, inferior goods, intermediate goods, capital goods. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെ ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ വിളിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ മെഷീൻസ്, ടൂൾസ്, ഇംപ്ലിമെന്റ്സ്, ബിൽഡിങ്സ് ഒക്കെ ഫിക്സഡ് ക്യാപിറ്റലാണ്. അതെല്ലാം തന്നെ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ ക്യാപിറ്റൽ ഗുഡ്സിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നതാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന വാക്ക്. ക്യാപിറ്റൽ ഗുഡ്സിന് സംഭവിക്കുന്ന കൺസംഷൻ അഥവാ വിയർ ആൻഡ് ടിയർ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വിളിച്ചു. അപ്പോൾ വീണ്ടും ഓർക്ക് ഏരിയ റിപ്പീറ്റ് ചെയ്താൽ ശരിക്കും വരുന്നത്. അപ്പോൾ മെഷീൻസ്, ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് ആൻഡ് ബിൽഡിങ്സ് ആർ നോൺ ആസ് ക്യാപിറ്റൽ ഗുഡ്സ്. ബാക്കി ഗുഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് കൺസ്യൂമർ ഗുഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നതിനെ നമുക്ക് കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്താണ് ഇൻഫീരിയർ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ സാമ്പത്തിക നിലവാരം ഉയർന്നു വരുവാണ്, അവരുടെ ഇൻകം കൂടി വരുവാണെങ്കിൽ ചില ഗുഡ്സ് അവരുപേക്ഷിക്കും. പണ്ട് വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചില ഗുഡ്സ് ആയിരിക്കാം അത്. അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കുന്ന അഥവാ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഗുഡ്സിന് എക്സാമ്പിളാണ് ഇൻഫീരിയർ ഗുഡ്സ്. ഒരു ഉദാഹരണം പറയാം. പണ്ട് നമ്മൾ മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിക്കുമായിരുന്നു. ഒരു കാലഘട്ടങ്ങളിൽ മണ്ണെണ്ണ സ്റ്റൗ കേരളത്തിലൊക്കെ വളരെ പരിചിതമായിരുന്നു. എന്നാൽ ഗ്യാസ് സ്റ്റൗ നമ്മൾ ഉപയോഗിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എത്തിയതിനു ശേഷം ഇപ്പോൾ നമുക്ക് മണ്ണെണ്ണ സ്റ്റൗ കാണാൻ പോലും ഇല്ല. അതൊരു ഇൻഫീരിയർ ഗുഡായിട്ട് മാറ്റപ്പെട്ടു. മണ്ണെണ്ണ വിളക്ക്, ഇലക്ട്രിസിറ്റി നന്നായി ലഭിക്കാൻ തുടങ്ങിയതോട് മണ്ണെണ്ണ വിളക്കുകൾ മാറ്റപ്പെട്ടു. പഴയ നമ്മൾ ഡയൽ ചെയ്യുന്ന ടെലിഫോൺ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? പഴയ നോക്കിയയുടെ ഫോൺ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? നമ്മൾ സ്മാർട്ട് ഫോൺ ആണോ ഉപയോഗിക്കുന്നത്? അപ്പോൾ ആൾക്കാരുടെ ജീവിത നിലവാരം ഉയരുന്നതനുസരിച്ച്, ഇൻകം ഉയരുന്നതനുസരിച്ച് ചില ഗുഡ്സ് ഇൻഫീരിയർ ആയിട്ട് മാറ്റപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് വരുന്ന ഗുഡ്സ് നമ്മൾ എന്ന് വിളിക്കും ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കും. അടുത്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കൺസ്യൂമർ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ബേക്കറിയിലേക്ക് പോയി നല്ലൊരു പേസ്ട്രി കഴിക്കുകയാണ്. ഈ പേസ്ട്രി ഉണ്ടാക്കണമെങ്കിൽ ഒരു വീറ്റ് ഫ്ലോർ വേണം അവിടെ. അപ്പോൾ വീറ്റ് ഫ്ലോർ എന്ന് പറയുന്നത്, ഷുഗർ എന്ന് പറയുന്നതൊക്കെ അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഗുഡായിട്ട് ആക്ട് ചെയ്യുവാണ് ആ പേസ്ട്രി ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ ഒരു കൺസ്യൂമർ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സിനെ നമുക്ക് ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് വിളിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An annual statement of the estimated receipts and expenditure of the government over the fiscal year is known as dash. ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റഡ് റവന്യൂവും എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് നമുക്കറിയാം ബഡ്ജറ്റ്. ബഡ്ജറ്റ് ഈസ് നോൺ ആസ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ബഡ്ജറ്റ് മറക്കാതിരിക്കുക. An annual statement of the estimated receipts and expenditure is known as budget. Next question, what is the name of the scheme launched to fund infrastructure and social development projects in the Northeast for a period of 4 years from 2022 to 2026? ഓക്കെ, നമ്മുടെ എക്സാം നടക്കുന്ന പീരീഡിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണിത് അല്ലേ. 2022 മുതൽ 2026 വരെ ആ പ്രൊജക്റ്റിന് വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രൊജക്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചേക്കുന്നത് PMNERLP, PM ധ്രുവ്, PM FME, PM ഡിവൈൻ. ഈ പ്രൊജക്റ്റിൻ്റെ പേരാണ് PM ഡിവൈൻ. ഓക്കെ, PM ഡിവൈൻ പ്രൊജക്റ്റ് എന്താണ്? ദാറ്റ് ഈസ് ഇറ്റ്സ് എ ഫണ്ട് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയന് വേണ്ടിയുള്ള ഒരു സ്കീമാണ് ഇത് PM ഡിവൈൻ സ്കീം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ഈ പറയുന്ന ഓരോ സ്കീംസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് NERLP, നോർത്ത് ഈസ്റ്റ് റൂറൽ ലൈവ്ലിഹുഡ് പ്രൊജക്ട് ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ പ്രൊജക്റ്റാണ് NERLP, നോർത്ത് ഈസ്റ്റ് റൂറൽ ലൈവ്ലിഹുഡ് പ്രൊജക്ട്. അടുത്തതുണ്ട് ധ്രുവ്, ഡെവലപ്മെൻറ്റ് റിലീഫ് ആൻഡ് അപ്ലിഫ്റ്റ്മെൻറ്റ് വെഞ്ചർ ഫോർ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അടുത്തതാണ് FME, ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ്. ഓക്കെ, ഇതൊക്കെയും നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അതിൻ്റെ ഫുൾ ഫോം നമുക്ക് പഠിച്ചു വെക്കുക. NERLPയുടെ ധ്രുവിൻ്റെ അല്ലെങ്കിൽ FMEയുടെ ഫുൾ ഫോം കൂടെ പഠിച്ചു വെക്കുക. The second 5-year plan had a major goal of achieving which of the following targets? Self-reliant and self-generating economy, growth with stability, rapid industrialization with focus on heavy industries, growth with social justice. Answer, rapid industrialization with focus on heavy industries ആണ്. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. 2022 CGL എക്സാമിനേഷനിലെ, MDS എക്സാമിനേഷനിലെ, CHSL എക്സാമിനേഷനിലെ, CAPF എക്സാമിനേഷനിലൊക്കെയും നമുക്ക് ഈ പറയുന്ന 5-year പ്ലാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. 2023 നടന്ന CGL ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ 5-year പ്ലാൻ എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് 5-year പ്ലാൻസിനെ സംബന്ധിച്ചുള്ള ആ ഇൻഫർമേഷൻ കാണണം. അതിനകത്ത് ഏത് 5-year പ്ലാനിലാണ് സെൽഫ് റിലയൻറ്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി എന്നുള്ള മോട്ടോ മുന്നോട്ട് വെക്കുന്നതെന്നും, ഏത് 5-year പ്ലാനാണ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി എന്നുള്ള മോട്ടോ മുന്നോട്ട് വെക്കുന്നതെന്നും, ഏത് 5-year പ്ലാനാണ് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് മുന്നോട്ട് വെക്കുന്നതൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കാണണം, നിങ്ങൾ എഴുതി പഠിക്കണം, നോട്ട്സ് തയ്യാറാക്കണം. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റുകളായി ചോദിക്കുകയും ചെയ്യണം. തീർച്ചയായും 2024 നടക്കുന്ന CGL എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള മാർക്കിൽ ഒരു മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കാനുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. Consider the following statements about unemployment in India. Seasonal unemployment is mainly found in urban areas. Educated unemployment people are mainly found in rural areas. Higher cropping intensity is desirable for reducing unemployment in the rural economy. Which of the following given statements are correct? നമുക്ക് നോക്കാം. Consider the following statements about unemployment in India. Seasonal unemployment is mainly found in urban areas. എന്താ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്? മെയിനായിട്ട് അഗ്രികൾച്ചറൽ ഫാർമേഴ്സിനിടയിൽ മഴക്കാലത്ത് അവർക്ക് ജോലി ലഭിക്കാതാകും. അവർ ആ സമയത്ത് ഒരു പർട്ടിക്കുലർ സീസൺസിൽ, കാർഷിക സീസണിൽ മാത്രമേ ജോലി ലഭിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അൺഎംപ്ലോയ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് സീസൺ അൺഎംപ്ലോയ്മെൻറ്റ്. തീർച്ചയായിട്ടും അർബൻ ഏരിയയുടെ ഫീച്ചറാണോ? അല്ല, അത് കാണുന്നത് റൂറൽ ഏരിയയിലാണ്. അടുത്തത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്ഡ് പീപ്പിൾ ആർ മെയിൻലി ഫൗണ്ട് ഇൻ റൂറൽ ഏരിയാസ് ഓഫ് ഇന്ത്യ. തെറ്റാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്ഡ് പീപ്പിൾ കാണുന്നത് അർബൻ ഏരിയാസ് ഓഫ് ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഇതും തെറ്റാണ്. അടുത്തത്, ഹയർ ക്രോപ്പിംഗ് ഇൻറ്റൻസിറ്റി ഈസ് ഡിസൈറബിൾ ഫോർ റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ റൂറൽ എക്കണോമി. ഇന്നും ഇന്ത്യയിലെ റൂറൽ എക്കണോമിയിലെ മെയിൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ക്രോപ്പിംഗ് ഇൻറ്റൻസിറ്റിക്ക് അവിടെ നല്ല റോളുണ്ട്. എന്താ ക്രോപ്പിംഗ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു വർഷത്തിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ലാൻഡിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളുടെ എണ്ണം പരമാവധി കൂട്ടുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ വിളകൾ ഒരു വർഷത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ 2ൽ കൂടുതൽ വിളകൾ കൃഷി ചെയ്യാൻ പറ്റുവാണെങ്കിൽ കർഷകർക്ക് ലഭിക്കുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും വേതനവും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹയർ ക്രോപ്പിംഗ് ഇൻറ്റൻസിറ്റി കൊണ്ടുവരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിയായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹയർ ക്രോപ്പിംഗ് ഇൻറ്റൻസിറ്റി ഈസ് ഡിസൈറബിൾ ഫോർ റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ റൂറൽ എക്കണോമി. അപ്പോൾ ആൻസർ എന്ത് വരും? ഓൺലി സി വരുന്ന ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മണി? മണിയുടെ ഫംഗ്ഷൻ അല്ലാത്ത ഏതാണ്?
medium of exchange, problem in storage, measure of value, standard of deferred payments. നമുക്കറിയാം മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മണി ആക്ട് ചെയ്യുന്നുണ്ട്. കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലെ ഒരു പ്രധാന മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ മണിയാണ്. പ്രോബ്ലം ഇൻ സ്റ്റോറേജ്, മണി ഒരു സ്റ്റോറേജ് പ്രോബ്ലം ആണോ? അതൊരു മണിയുടെ ഫംഗ്ഷൻ ആണോ? മണിയുടെ ഫംഗ്ഷൻ അല്ലല്ലോ. പ്രോബ്ലം ഇൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് മണിയുടെ ഫംഗ്ഷൻ അല്ല. മെഷർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ, എന്ത് സാധനങ്ങളിലെയും നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മണിയാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്സ്, അപ്പോൾ പേയ്മെൻറ്റ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ മണിയെ ഉപയോഗിക്കുന്നത്. അപ്പം പ്രോബ്ലം ഇൻ സ്റ്റോറേജ് എന്ന് പറയുന്നതാണ് ആൻസർ, നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മണി എന്നാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഗവൺമെൻറ് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് റവന്യൂ റെസിറ്റ്, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ റെസിറ്റിനേക്കാളും കൂടുവാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ ഡെഫിസിറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യനിൽ ബാക്കി പ്രൈമറി ഡെഫിസിറ്റ്, ക്യാപിറ്റൽ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഡെഫിസിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, റവന്യൂ ഡെഫിസിറ്റ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ ഇൻകത്തേക്കാളും കൂടുവാണെങ്കിൽ വിളിക്കുന്ന പേരാണ് റവന്യൂ ഡെഫിസിറ്റ്. എക്സസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ റെസിറ്റ്സ്. രണ്ട്, റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഫോർമുല ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിറ്റ്സ്. നെക്സ്റ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. എന്താ ഫിസ്ക്കൽ ഡെഫിസിറ്റ്? ദാറ്റ് ഈസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഏത് റവന്യൂ എക്സ്പെൻഡിച്ചറും വരും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരും. ദാറ്റ് ഈസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ, ടോട്ടൽ വരുമാനം. ദാറ്റ് ഈസ് റവന്യൂ റെസിറ്റും വരും, ക്യാപിറ്റൽ റെസിറ്റും വരും. ടോട്ടൽ വരുമാനം മൈനസ് ബോറോവിങ്സ്, അതിൽ നിന്ന് ബോറോവിങ്സ് കൺസിഡർ ചെയ്യാത്തതാണ്, അതർ ദാൻ ബോറോവിങ്സ്. ഇറ്റ് ഈസ് എക്സസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓവർ ടോട്ടൽ റെസിറ്റ്സ് അതർ ദാൻ ബോറോവിങ്സ്. മറക്കാതിരിക്കുക, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ്സ് അതർ ദാൻ ബോറോവിങ്. ഓക്കെ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതൊക്കെ വരും. ദാറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിറ്റ് പ്ലസ് ക്യാപിറ്റൽ റെസിറ്റ് മൈനസ് ബോറോവിങ്. ഓക്കെ, ബോറോവിങ് എക്സ്ക്ലൂഡ് ചെയ്ത് വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കും. അടുത്തതാണ് പ്രൈമറി ഡെഫിസിറ്റ്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ വർഷാവർഷം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അടയ്ക്കും. ഗവൺമെൻറ് എടുക്കുന്ന ലോണിനെല്ലാം ഗവൺമെൻറ് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറച്ചിട്ടുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡെഫിസിറ്റ്. മറ്റൊരു ടേമും കൂടിയുണ്ട്, ദാറ്റ് ഈസ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റവന്യൂ ഡെഫിസിറ്റ് മൈനസ് grants for infrastructure development to state. സ്റ്റേറ്റിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനുള്ള ഗ്രാൻസ് റവന്യൂ ഡെഫിസിറ്റ് നിന്ന് കുറയ്ക്കുവാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് വിളിക്കും. മറ്റൊരു ഡെഫിസിറ്റ് ഉണ്ട്, മൊണറ്റൈസ് ഡെഫിസിറ്റ് എന്ന് വിളിക്കും. മൊണറ്റൈസ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോട്ടൽ ലയബിലിറ്റി ഓഫ് ഗവൺമെൻറ് വിത്ത് RBI. RBI നിന്ന് ഗവൺമെൻറ് എന്തൊക്കെ മേടിച്ചിട്ടുണ്ടോ അതിന് വിളിക്കുന്ന ഡെഫിസിറ്റിന് വിളിക്കുന്ന പേരാണ് മൊണറ്റൈസ് ഡെഫിസിറ്റ്. ഓക്കെ, എന്തായാലും റവന്യൂ ഡെഫിസിറ്റ് നോക്കി വെക്കുക, ഫിസ്ക്കൽ ഡെഫിസിറ്റ് നോക്കി വെക്കുക, പ്രൈമറി ഡെഫിസിറ്റ് എന്താ നോക്കി വെക്കുക. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഫണ്ട് ഗ്രാൻഡ് ആയിട്ട് സ്റ്റേറ്റ്സിന് കൊടുക്കാറുണ്ട്. അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഡെഫിസിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ദെൻ മോണിറ്റൈസ് ഡെഫിസിറ്റ് നമ്മൾ കണ്ടു. ദ ലയബിലിറ്റി ഓഫ് ഗവൺമെൻറ് വിത്ത് RBI എന്ന സിമ്പിൾ ടൈമിൽ ഓർത്തിരിക്കുക, അതാണ് മോണിറ്റൈസ് ഡെഫിസിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. BFSI stands for Banking, Financial Services and Dash in India. It is a broad term for industries that offer financial products and services. Inflation, investment, insurance, index fund. BFSI stands for Banking, Financial Services and Insurance in India. കേട്ടോ, ഇൻഷുറൻസ് എന്നുള്ളതാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇൻഫ്ലേഷൻ എന്ന പണപ്പെരുപ്പം അഥവാ വില കയറ്റം എന്നൊക്കെ നമുക്കറിയാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിക്ഷേപത്തിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫോർ എക്സാമ്പിൾ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സിലൊക്കെ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ടാർഗറ്റ് ചെയ്തിട്ട് അതിന് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിന് വിളിക്കുന്ന പേരാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻ ദ 2011 സെൻസസ്? ഓർത്തിരിക്കുക, 2011 സെൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2022 മുതൽ ഇങ്ങോട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2011 സെൻസസിന് ക്വസ്റ്റ്യൻ ഉണ്ട്. പുതിയ സെൻസസ് ഡേറ്റ ഒന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് ഇൻഫർമേഷൻ. വാട്ട് ഈസ് എ ചൈൽഡ് സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ ഇൻ the 2011 census? According to 2011 census, 914 females per 1000 males എന്നുള്ളതാണ് ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. മറക്കാതിരിക്കുക, 2011 സെൻസസ് ഡാറ്റാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. M2 ഈസ് വൺ ഓഫ് ദി മെഷർ ഓഫ് മണി സപ്ലൈ. M2 ഈസ് ദ സം ഓഫ് M1 പ്ലസ്
സേവിംഗ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, കോയിൻസ് ആൻഡ് കറൻസി നോട്ട്സ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. നോക്കാം. M2 ഈസ് ദ വൺ ഓഫ് ദി മെഷർ ഓഫ് മണി സപ്ലൈ. M2 ഈസ് സം ഓഫ് M1 പ്ലസ് സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്. ഒരു രസകരമായ കാര്യം, 2022 MGS എക്സാമിനേഷനിൽ വന്ന എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണണം. ഈ സെയിം ക്വസ്റ്റ്യൻ 2022 എക്കണോമിക്സിൽ ചോദിച്ചതാണ്. MTS എക്കണോമിക്സിലാണ് ചോദിച്ചത്. അതിൻ്റെ അതേ ക്വസ്റ്റ്യൻ തന്നെ 2023 CGL വന്നെങ്കിൽ തീർച്ചയായിട്ടും മണി അഗ്രിഗേറ്റ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. 4 മണി അഗ്രിഗേറ്റ്സ് ഉണ്ട്. M1, M2, M3, M4 മണി. ഇതെന്താണെന്ന് 2022 ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ച ആൾക്കാർക്ക് 23 ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. 23 അത് വീണ്ടും ഡിസ്കഷൻ ഇടയ്ക്ക് വീണ്ടും പറഞ്ഞു തരുവാണ്. 24 എക്സാമിനേഷൻ പ്രിപ്പയർ നിങ്ങൾക്ക് വേണ്ടി. നമുക്ക് ആ എക്സ്പ്ലനേഷൻ നോക്കാം. 4 മണി അഗ്രിഗേറ്റ്സ് M1, M2, M3, M4 മണി. M1 മണി എന്ന് പറഞ്ഞാൽ കറൻസി വിത്ത് പബ്ലിക് ആൻഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് വിത്ത് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് അതർ ഡിപ്പോസിറ്റ് വിത്ത് RBI. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ, കോയിൻസും കാശും എല്ലാം കറൻസി നോട്ട്സും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ, ദാറ്റ് ഈസ് കറൻസി വിത്ത് പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് വിത്ത് കൊമേഴ്സ്യൽ ബാങ്ക്. നിങ്ങൾ ബാങ്കിൽ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിച്ചിരിക്കുന്ന പൈസ ആൻഡ് അതർ ഡിപ്പോസിറ്റ്സ് വിത്ത് RBI. ഇതടങ്ങുന്നതാണ് M1 മണി എന്ന് വിളിക്കുന്നത്. അടുത്തത് M2 മണി. M1 മണിയുടെ കൂട്ടത്തിൽ സേവിങ്സ് ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സ്. പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് ഡിപ്പോസിറ്റിൽ കിടക്കുന്ന പൈസയും നമ്മൾ M1 മണിയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുവാൻ നമുക്ക് കിട്ടുന്നതാണ് M2 മണി. മൂന്നാമത്തെ M3 മണി. M2 പ്ലസ് നെറ്റ് ടൈം ഡിപ്പോസിറ്റ് വിത്ത് കൊമേഴ്സ്യൽ ബാങ്ക്. നമുക്കറിയാം ടൈം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ഡിപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. അതൊക്കെ പർട്ടിക്കുലർ ടൈമിൽ മച്യൂർ ആകുന്ന ഡിപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ M2ൻ്റെ കൂട്ടത്തിൽ നെറ്റ് ടൈം ഡിപ്പോസിറ്റ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ദാറ്റ് ഈസ് M3 മണി. അടുത്തതാണ് M4 മണി. ദാറ്റ് ഈസ് M3 പ്ലസ് ടോട്ടൽ ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ്. അപ്പോൾ M3 പ്ലസ് ടോട്ടൽ ഡിപ്പോസിറ്റ്. ഇവിടെ നോക്കിയേ, M2-ഉം M3, M4 ആയിട്ടുള്ള വ്യത്യാസം. M2 പറയുന്ന M1 പ്ലസ് സേവിങ്സ് ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് എന്നാണ്. ഇത് പറയുന്നു M4 പറയുന്ന M3 പ്ലസ് ടോട്ടൽ ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്. എന്താ ഇത് തമ്മിലുള്ള സേവിങ്സ് ഡിപ്പോസിറ്റും ടോട്ടൽ ഡിപ്പോസിറ്റും വ്യത്യാസം? സേവിങ്സ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ സേവിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന മണിക്കാണ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ കണക്കാക്കുന്ന മണിക്കാണ് സേവിങ്സ് ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് റെക്കറിംഗ് ഡിപ്പോസിറ്റും ടേം ഡിപ്പോസിറ്റും ഒക്കെ നമുക്ക് ചേരാൻ സാധിക്കും. അങ്ങനെ സേവിങ്സ് ഡിപ്പോസിറ്റ് അല്ലാതെ വരുന്ന മറ്റ് ടേം ഡിപ്പോസിറ്റ് എല്ലാം കൂടി ചേർന്ന ഡിപ്പോസിറ്റ് ആണ് നമ്മൾ ടോട്ടൽ ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് M2-ഉം M4 തമ്മിൽ മാറിപ്പോകരുത്. M2 എപ്പോഴും ഓർക്കുക, M1 പ്ലസ് സേവിങ്സ് ഡിപ്പോസിറ്റ് മാത്രം വരുവാണെങ്കിൽ വിത്ത് പോസ്റ്റ് ഓഫീസ് വരുവാണെങ്കിൽ അതാണ് M2 മണി. എന്നാൽ M4 മണി വരുമ്പോൾ എന്താ പറയുന്നത്? M3 പ്ലസ് ടോട്ടൽ ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസൂടെ ഉൾപ്പെടുന്നതാണ് M4 മണി എന്ന് പറയുന്നത്. ഇനിയും മറ്റ് 2 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. M1 മണിക്ക് അറിയപ്പെടുന്ന പേരാണ് നാരോ മണി. അതിൻ്റെ മണി ബേസ് വളരെ വോളറ്റൈലാണ്. എപ്പോൾ വേണമെങ്കിലും ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പൊയ്ക്കൊണ്ടിരിക്കും, അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നാരോ മണി എന്ന് M1 മണിയെ വിളിക്കാറുണ്ട്. കറൻസി വിത്ത് പബ്ലിക് എപ്പോഴും വോളറ്റൈലല്ലേ. നിങ്ങളുടെ കയ്യിൽ പൈസ നിങ്ങൾ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ATM കാർഡിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗൂഗിൾ പേ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ UPI ID ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് അവിടുന്ന് പൈസ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന മണിയാണ്. മണി ബേസ് വളരെ വീക്ക് ആയതുകൊണ്ട് നമ്മൾ അതിനെ നാരോ മണി എന്ന് വിളിക്കും. എന്നാൽ M3 മണിക്ക് വിളിക്കുന്ന പേരാണ് ബ്രോഡ് മണി എന്ന് വിളിക്കും. M2ൻ്റെ കൂട്ടത്തിൽ ടൈം ഡിപ്പോസിറ്റ് വെക്കുന്ന മണിയാണ് M3 മണി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കാർഡ് സ്വൈപ്പ് ചെയ്ത ഉടൻ തന്നെ, ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത ഉടൻ തന്നെ നിങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുള്ള പൈസ പോവുമോ? ഇല്ല, അതങ്ങനെ തന്നെ നടക്കും. നിങ്ങളുടെ സേവിങ്സ് ഡിപ്പോസിറ്റുള്ള പൈസ അല്ലേ പോകത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ അപ്പം ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു മണി ഉണ്ടെങ്കിൽ ആ കറക്റ്റ് പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ മാത്രമേ അത് മച്യൂരിറ്റി വരത്തുള്ളൂ. ആ ഒരു മണിയും കൂടെ അടങ്ങുന്നതാണ് M3 മണി. അതുകൊണ്ട് തന്നെ M3 മണിയെ നമ്മൾ ബ്രോഡ് മണി എന്ന് വിളിക്കാറുണ്ട്. അപ്പം നാരോ മണി എന്ന് പറഞ്ഞാൽ അത് M1 മണിയാണ്. ബ്രോഡ് മണി എന്ന് പറഞ്ഞാൽ അത് M3 മണി ഉൾപ്പെടുന്നതാണ് ബ്രോഡ് മണി എന്ന് വിളിക്കുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട്, വിച്ച് അമംഗ് ദ ഫോളോവിങ് ആർ നോൺ ആസ് നാരോ മണി എന്ന് പറഞ്ഞിട്ട് M1, M2 ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ വേണേൽ കൊടുക്കാം. വിച്ച് അമംഗ് ദ ഫോളോവിങ് ആർ നോൺ ആസ് ബ്രോഡ് മണി എന്ന് പറഞ്ഞാൽ M3, M4 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശരിയാക്കാം. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോൺ ആസ് ബ്രോഡ് മണി എന്ന് ചോദിച്ചാൽ ആൻസർ M3 മണിയും, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോൺ ആസ് നാരോ മണി എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് M1 മണിയുമാണ്. ഓക്കെ, ഇനി M2 മണി M4 മണി കൺഫ്യൂഷൻ ആകത്തില്ലല്ലോ. M2 മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് M1 പ്ലസ് സേവിങ്സ് ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്. M4 മണി എന്ന് പറഞ്ഞാൽ എന്താണ്? M3 വിത്ത് ടോട്ടൽ ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്. എന്താണ് സേവിങ്സ് ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസും എന്താണ് ടോട്ടൽ ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസിന്റെ വ്യത്യാസം മനസ്സിലായോ? ടോട്ടൽ ഡിപ്പോസിറ്റിൽ ടേം ഡിപ്പോസിറ്റും റിക്കറിംഗ് ഡിപ്പോസിറ്റും അടങ്ങുന്ന എല്ലാ ഡിപ്പോസിറ്റും ഉൾപ്പെടുകയാണ് പോസ്റ്റ് ഓഫീസിലുള്ളത്. അതിനെ നമ്മൾ ടോട്ടൽ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ മണി അഗ്രിഗേറ്റ്സ് പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും 2024 നടക്കുന്ന CGL, CHSL, MTS എക്സാമിനേഷൻസിലൊക്കെ ഇത് പ്രയോജനം ചെയ്യും.
Next question. Which of the following periods is referred to as a period of stagnant or stationary phase of growth of India's population? 1921, 1941, 1901, 1921, 1961, 1981, 1941, 1961. ആൻസർ വന്നിരിക്കുന്നത് 1901 to 1921 ആണ്. ഇതും ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഇടയ്ക്ക് പറഞ്ഞു പോയിട്ടുള്ളതാണ്. 1901 to 1921 ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫേസ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനെ സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് ഈ ഏരിയാസ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പരീക്ഷയ്ക്ക് വരാം. ആൻസർ എപ്പോഴും 1901 to 1921 വരണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഓരോ ഫേസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഓരോ ഫേസിലുള്ള പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു വെക്കണം. തീർച്ചയായിട്ടും ഈ ഏരിയയും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. ദ ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ ആണ് ഈ സ്ലൈഡിൽ കാണാൻ പോകുന്നത്. 1901 മുതൽ 1921 വരെയുള്ള കാലഘട്ടം ആദ്യം നോക്കാം. അതാണ് ഫസ്റ്റ് ഫേസ്. 1901 മുതൽ 1921 വരെയുള്ള ഈ കാലഘട്ടത്തിലാണ് പീരിയഡ് ഓഫ് സ്റ്റാഗ്നന്റ് അഥവാ സ്റ്റേഷനറി ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്നറിയപ്പെടുന്നത്. ഇതിൽ തന്നെ 1911 to 1921 വരെ കാലഘട്ടം ഓർത്തു വെക്കണം. ആ കാലഘട്ടത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ നെഗറ്റീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 1901 to 1921 പോപ്പുലേഷനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുവാണെങ്കിൽ രണ്ട് ക്വസ്റ്റിന് സാധ്യതയുണ്ട്. ഒന്ന്, ഇത് ഫസ്റ്റ് ഫേസ് ആണ്, അവിടെയാണ് നമുക്ക് സ്റ്റാഗ്നന്റ് ഓർ സ്റ്റേഷനറി ഗ്രോത്ത് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത് ആ 1901 to 1921 ഭാഗമായ ഫേസ് വണ്ണിൽ തന്നെ 1911 മുതൽ 1921 വരെയുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് ഇന്ത്യയിൽ ഒരേ ഒരു പ്രാവശ്യം നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഫേസ് നോക്കാം, ഫേസ് 2. 1921 to 1951 ആണ് പീരിയഡ് ഓഫ് സ്റ്റഡി പോപ്പുലേഷൻ ഗ്രോത്ത്. സ്റ്റഡി ആയിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ചെയ്ത കാലഘട്ടമാണ് 21 to 51. അടുത്ത 51 to 81 നോക്കാം, പീരിയഡ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. വളരെ പെട്ടെന്ന് പോപ്പുലേഷൻ അങ്ങ് വർദ്ധിച്ചു. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്ന കാലഘട്ടമാണ് 1951 to 1981 തേർഡ് ഫേസ്. ഫോർത്ത് ഫേസ് 1981 ഓൺവേർഡ്സ് ഇപ്പോൾ വരുന്ന കാലഘട്ടമാണ്. ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ റിമെയിൻഡ് ഹൈ. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കൂടുതലാണ്, ബട്ട് സ്റ്റാർട്ടഡ് ഷോവിങ് ഡൗൺ ഗ്രാജുവലി. സ്ലോവിങ് ഡൗൺ ഗ്രാജുവലി എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ്. കാരണം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരുപാട് പുതിയ പോപ്പുലേഷൻ വന്നു. അവരെല്ലാം വീണ്ടും പോപ്പുലേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്. അപ്പം പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ ആ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഫേസ് 4 എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, 4 ഫേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4. ഇതിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടാം. ഫേസ് 1 പ്രത്യേകത പറഞ്ഞു, സ്റ്റാഗ്നന്റ് പോപ്പുലേഷൻ ഉണ്ട്, നെഗറ്റീവ് ഗ്രോത്ത് പോപ്പുലേഷൻ കാണിച്ച കാലഘട്ടമാണ് ഫേസ് 1. ഫേസ് 2 എന്താണ്? സ്റ്റഡി ഗ്രോത്ത് കാണിച്ചു. ഫേസ് 3 എന്താണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിച്ചു. ഫേസ് 4 എന്താണ്? ഗ്രോത്ത് റേറ്റ് ഉണ്ട്, ബട്ട് സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ എന്ന് പറയുന്ന കാലഘട്ടമാണ് പ്രസന്റ് കാലഘട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ വിച്ച് 5-year പ്ലാൻ വാസ് ദ പ്രോസസ് ഓഫ് ഇക്കണോമിക് റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ? 10th, 5th, 8th, 6th. ആൻസർ വന്നിരിക്കുന്നത് 8th 5-year പ്ലാൻ ആണ്. നിങ്ങൾ മറക്കാതെ 5-year പ്ലാനിനെ സംബന്ധിച്ച് ഞാൻ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് എല്ലാ 5-year പ്ലാനും പഠിച്ചു വെക്കുക. നിങ്ങൾ നോക്കിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023 നടന്ന CGL-ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇത് നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യനാണ് 5-year പ്ലാൻ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുക, 5-year പ്ലാനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. 2023 CGL എക്കണോമിക്സ് നോക്കുവാണെങ്കിൽ 82ഓളം ചോദ്യങ്ങളാണ് 40 സെറ്റിൽ നിന്നായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു സെറ്റിൽ മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്കണോമിക്സിൽ വന്നിട്ടുണ്ട്. ആകെ 25 GK ക്വസ്റ്റ്യനകത്ത് 2 ക്വസ്റ്റ്യനും ശരിയാക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഈ ഒരു കാലഘട്ടത്തിലാണ്, ഈ ഒരു അവസരത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യാൻ പറ്റി, ഐഡിയാസിനെ ടാക്കിൾ ചെയ്യാൻ പറ്റി, ഓപ്ഷൻസിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, അങ്ങനെ ആൻസേഴ്സ് ശരിയാക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ക്രെഡിറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഏതാണ്? നമുക്കറിയാം, ദാറ്റ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ദ സോഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. മണി ലെൻഡേഴ്സ് ആണോ? അല്ല. കമ്മീഷൻ ഏജൻറ്റ്സ്, ട്രേഡേഴ്സ്, ഇവരാരും ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് അല്ല. ദാറ്റ് ഈസ് കൊമേഴ്സ്യൽ ബാങ്ക് ആർ ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. Next question. GDP deflator is equal to nominal GDP into real GDP into 100, nominal GDP plus real GDP into 100, nominal GDP minus real GDP into 100, nominal GDP divided by real GDP into 100. എന്താണിത്? That is answer nominal GDP divided by real GDP into 100. എന്താണ് നോമിനൽ GDP? എന്താണ് റിയൽ GDP? നോമിനൽ GDP എന്ന് പറഞ്ഞാൽ that is പ്രൈസ്, കറണ്ട് പ്രൈസ് ഇൻറ്റു
ക്വാണ്ടിറ്റി, കറണ്ട് ക്വാണ്ടിറ്റിക്ക് വിളിക്കുന്ന പേരാണ് നോമിനൽ ജി ഡി പി. ഓക്കെ, അപ്പോൾ കറണ്ട് പ്രൈസും കറണ്ട് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള പ്രോഡക്റ്റാണ് നോമിനൽ ജി ഡി പി എങ്കിൽ പ്രൈസ് അറ്റ് എ ബേസ് ഇയറിലെ പ്രൈസും പ്രസൻറ്റ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്ക് റിയൽ ജി ഡി പി നമുക്ക് വരുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2024 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 2024 ഞാനൊരു 1 കിലോ അരിക്ക് 50 രൂപ ആണ് വരാമെന്ന് വിചാരിക്കുക. 1 കിലോ അരിക്ക് 50 രൂപയാണ്, ഞാൻ 10 കിലോ അരി ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ആകെ വരുന്നത് 500 രൂപയാണ്. ഇതാണ് എൻ്റെ നോമിനൽ ജി ഡി പി എന്ന് വരുന്നത്. ഇതാണ് എൻ്റെ നോമിനൽ ജി ഡി പി. ഓക്കെ, അപ്പോൾ ഞാൻ നോമിനൽ ജി ഡി പി എങ്ങനെയാണ് ചെയ്തത്? ദാറ്റ് ഈസ് കറണ്ട് പ്രൈസ് ഇൻറ്റു കറണ്ട് ക്വാണ്ടിറ്റി ചെയ്തപ്പോൾ എനിക്ക് നോമിനൽ ജി ഡി പി കിട്ടി. ഇനി റിയൽ ജി ഡി പി ഞാൻ ചെയ്യുമ്പോൾ എന്താ അറിയാവോ? പ്രൈസ് അറ്റ് ബേസ് ഇയർ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ബേസ് ഇയർ 2011, 2012. 2011, 2012 1 കിലോ അരിയുടെ വില 30 രൂപ ആയിരുന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ വർഷം ഉണ്ടാക്കിയ ക്വാണ്ടിറ്റി 10 കിലോ അരിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 300 രൂപ എന്ന് പറയുന്നതാണ് റിയൽ ജി ഡി പി വരുന്നത്. ഓക്കെ, അപ്പോൾ റിയൽ ജി ഡി പിയും നോമിനൽ ജി ഡി പി നമ്മൾ വ്യത്യാസം മനസ്സിലായോ? ദാറ്റ് ഈസ് പ്രൈസ് അറ്റ് കറണ്ട് പ്രൈസസ് ഇൻറ്റു ക്വാണ്ടിറ്റി അറ്റ് കറണ്ട് ഇയർ ഈസ് നോൺ ആസ് നോമിനൽ ജി ഡി പി. പ്രൈസ് ഇൻ ദ ബേസ് ഇയർ ഇൻറ്റു ക്വാണ്ടിറ്റി അറ്റ് ദ കറണ്ട് ഇയർ ഈസ് നോൺ ആസ് റിയൽ ജി ഡി പി. ഇനി നോക്കിയേ, നോമിനൽ ജി ഡി പി ഡിവൈഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ. ഈ കേസിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നോമിനൽ ജി ഡി പി 500 ആണ്, ഡിവൈഡ് ബൈ 300 എന്ന് പറയുമ്പോൾ ദാറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ജി ഡി പി ഡിഫ്ലേറ്റർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദർ ഈസ് ഇൻഫ്ലേഷൻ. ജി ഡി പി ഡിഫ്ലേറ്റർ ലെസ് ദാൻ 1 ആണെങ്കിൽ ദർ ഈസ് ഡീഫ്ലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ജി ഡി പി ഡിഫ്ലേറ്ററെ കുറിച്ച് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് നോമിനൽ ജി ഡി പി ഡിവൈഡ് ബൈ റിയൽ ജി ഡി പി. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ എന്താണ് നോമിനൽ ജി ഡി പി എന്നും എന്താണ് റിയൽ ജി ഡി പി എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ജി ഡി പി ഡിഫ്ലേറ്റർ ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ടു മെഷർ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെഷറാണ്, ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻ്റ് ആണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ നോക്കിയേ, നോമിനൽ ജി ഡി പി ഡിവൈഡ് ബൈ റിയൽ ജി ഡി പി, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. കാരണം ഇവിടെ നോക്കിയാൽ നോമിനൽ ജി ഡി പിയുടെ വാല്യൂ 500 ആണ്, റിയൽ ജി ഡി പി 300 ഉള്ളൂ അല്ലേ? അപ്പോൾ അതിനർത്ഥം 2011, 2012 അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ 2024 ആയപ്പോഴത്തേക്കിന് പ്രൈസ് റൈസ് ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇൻഫ്ലേഷൻ ഉണ്ടായി നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ? തിരിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇൻഫ്ലേഷൻ ഇല്ല, ഡീഫ്ലേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ജി ഡി പി ഡിഫ്ലേറ്റർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ജി ഡി പി ഡിഫ്ലേറ്ററെ സംബന്ധിച്ച് വീണ്ടും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വീണ്ടും ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താ ജി ഡി പി ഡിഫ്ലേറ്റർ മനസ്സിലാക്കുക, എന്താ റിയൽ ജി ഡി പി മനസ്സിലാക്കുക, ഇന്ത്യയിലെ ബേസ് ഇയർ ഇപ്പോൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക, എന്താ നോമിനൽ ജി ഡി പി മനസ്സിലാക്കുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയാണെന്നും അറിഞ്ഞിരിക്കുക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഡൊമസ്റ്റിക് ഇൻകം. ഡൊമസ്റ്റിക് ഇൻകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻകം ഏൺഡ് ബൈ റെസിഡൻസ് ഓഫ് ദി കൺട്രി, income earned by non-residents outside the country, income earned by employees of the country, profit of all the industries of the country. ഇപ്പോൾ നോക്കുമ്പോൾ അറിയത്തില്ലേ, ഇൻകം ഏൺഡ് ബൈ ദ നോൺ റെസിഡൻസ് ഔട്ട്സൈഡ് ദ കൺട്രി. ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാർ, ഇന്ത്യക്കകത്ത് താമസിക്കാത്ത ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാർ ഇന്ത്യക്ക് വെളിയിലുണ്ടാക്കുന്ന പൈസ അത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ബാക്കി എല്ലാം ഇൻകം ഏൺഡ് ബൈ റെസിഡൻസ് ഓഫ് ദി കൺട്രി ആണെങ്കിലും ഇൻകം ഏൺഡ് ബൈ ഓൾ ദ എംപ്ലോയീസ് ഓഫ് ദി കൺട്രി വെദർ ദേ ആർ ഫോറിൻ ഓർ നാഷണൽ, അതും പ്രോഫിറ്റ് ഓഫ് ഓൾ ഇൻഡസ്ട്രീസും ഒക്കെ നമുക്ക് ഡൊമസ്റ്റിക് ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്നാൽ ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യക്കാരല്ല, ഇന്ത്യയിൽ താമസിക്കാത്ത ആൾക്കാരുണ്ടാക്കുന്ന ഇൻകം ഒരിക്കലും ഇന്ത്യയുടെ ജി ഡി പിയിൽ, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഇൻകത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. As per National Family Health Survey 2019-21, what percentage of women have a bank savings account that they themselves use? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസസ് വാല്യൂ അല്ല, മറിച്ച് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019-21 ഡാറ്റ ആണ്. അതിനനുസരിച്ച് 78.6% ഓഫ് വിമന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇപ്പം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിലെ വാല്യൂസ്, അതിനകത്തെ പാരാമീറ്റേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും 2024 മുതലുള്ള എക്സാമിനേഷനിൽ നമുക്കതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമുക്ക് ആ ഏരിയ നോക്കിപ്പോയാലോ. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് 2019-21 റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓർത്തിരിക്കുക, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്
ഫാമിലി വെൽഫെയർ ആണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിലീസ് ചെയ്ത മിനിസ്ട്രി വേണേൽ ചോദിക്കാം, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇതിനനുസരിച്ച് പ്രധാനപ്പെട്ട ഡേറ്റാസ് നമുക്ക് നോക്കാം. ഒന്ന്, സെക്സ് റേഷ്യോ ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ. എന്താ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. 1000 പുരുഷന്മാർക്ക് തുല്യമായ എത്ര സ്ത്രീകളുണ്ട്? 1020 ആണ് സെക്സ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് സെക്സ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. 2011 അവസാന സെൻസസ് റിപ്പോർട്ട് വന്നത്. 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് നമുക്കുള്ളത് നെഗറ്റീവ് സെക്സ് റേഷ്യോ ആണ്. ഇത് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് സെക്സ് റേഷ്യോ, ദാറ്റ് ഈസ് 1020 ഫീമെയിൽസ് ഫോർ 1000 മെയിൽസ് എന്നാണ് പറയുന്നത്. ഓർത്ത് വെക്കുക. അടുത്തത് സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് ഫോർ ചിൽഡ്രൻ ബോൺ ഇൻ ലാസ്റ്റ് 5 years. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സെക്സ് റേഷ്യോ നോക്കിയാൽ നെഗറ്റീവ് സെക്സ് റേഷ്യോ ആണ്. ദാറ്റ് ഈസ് 929 ഫീമെയിൽ ചിൽഡ്രൻ ഫോർ 1000 മെയിൽ ചൈൽഡ്സ് എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കുക, പോപ്പുലേഷൻ ലിവിംഗ് ഹൗസ് ഹോൾഡ്സ് വിത്ത് ഇലക്ട്രിസിറ്റി 96.8%. ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ്റെ 96.8% ആൾക്കാർക്കും ഇലക്ട്രിസിറ്റിയുള്ള ഹൗസ് ഹോൾഡിൽ താമസിക്കുന്നതാണ് ഈ സർവേ പറയുന്നത്. ഹൗസ് ഹോൾഡ്സ് യൂസിങ് അയോഡൈസ്ഡ് സാൾട്ട്സ് 94.4% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ആണെന്നും വിമൻ ഹു ആർ ലിറ്ററേറ്റ് 71.5% ആണെന്നും മെൻ ഹു ആർ ലിറ്ററേറ്റ് 84.4% ആണെന്നും ഈ ഹെൽത്ത് സർവേ പറയുന്നു. ഈ ഫാക്ട്സ് ഓർത്ത് വെക്കുക. നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് 29.5 ആണെന്നും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 35.2 ആണെന്നും അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് 49.5 ആണ് 41.9 ആണെന്നുമാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019-21 അനുസരിച്ചുള്ള റിപ്പോർട്ട് പറയുന്നത്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. എന്നിരുന്നാലും ഇത് പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് മാത്രമാണ്, കീ പാരാമീറ്റേഴ്സ് മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഠിച്ചു വെക്കുക. ദ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് 2021 വാസ് റിലീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോവിങ്? വേൾഡ് ബാങ്ക്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, നീതി ആയോഗ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ചോദ്യം നോക്കുക, ദ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അതെ, നാഷണൽ MDPI റിലീസ് ചെയ്ത നീതി ആയോഗാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം MDPI മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് 2010 മുതൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDP റിലീസ് ചെയ്ത ഇൻഡെക്സ് ആണ് MDPI എന്ന് പറയുന്നത്. HDI ഇൻഡെക്സിനോട് കൂടി തന്നെ 2010 മുതലാണ് പുതിയ ഇൻഡെക്സുകൾ ആഡ് ചെയ്ത് തുടങ്ങിയത്. MDPI കൂടാതെ ഇനിക്വാലിറ്റി അഡ്ജസ്റ്റഡ് HDI എന്നും ജെൻഡർ ഇനിക്വാലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന മറ്റ് ഇൻഡെക്സുകളും 2010 UNDP ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ റിയലി ഉള്ള MDPI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് UNDP ആണ്. ഇത് നാഷണൽ MDPI ആണ്, നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് നമുക്ക് നീതി ആയോഗാണ്. ഇനി MDPI അനുസരിച്ച്, നാഷണൽ MDPI അനുസരിച്ച് ഏറ്റവും കൂടുതൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ടോപ്പ് വന്നിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബീഹാറാണ്. ഇത് ഏറ്റവും കൂടുതൽ പൂർ ആൾക്കാരുള്ളത് ബീഹാറാണെന്നും ഏറ്റവും കുറവ് പൂർ ആൾക്കാരുള്ളത് കേരളത്തിലാണെന്നുമാണ് വന്നിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ MDPIയുടെ ഒരു പെർസെൻറ്റേജും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അക്കോർഡിംഗ് ടു 2011 സെൻസസ് ഓഫ് ഇന്ത്യ, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ? വീണ്ടും 2011 സെൻസസ് ഡേറ്റ, 5-year പ്ലാൻസ്, ഇതൊക്കെ റിപ്പീറ്റഡായി ക്വസ്റ്റ്യൻ വരുന്നു. ആൻസർ വന്നിരിക്കുന്നത് ഉത്തർപ്രദേശാണ്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ പോപ്പുലേഷൻ അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ടോപ്പ് 5 സ്റ്റേറ്റ്സ് നോക്കാം. UP, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് ആണ് ടോപ്പ് 5 സ്റ്റേറ്റ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള 5 സ്റ്റേറ്റ്സ് വന്നിട്ടുണ്ട്. 1 UP, 2 മഹാരാഷ്ട്ര, 3 ബീഹാർ, 4 വെസ്റ്റ് ബംഗാൾ, 5 ആന്ധ്രാപ്രദേശ്. ലീസ്റ്റ് പോപ്പുലേഷൻ ഉള്ള 5 ഇന്ത്യൻ സ്റ്റേറ്റ്സും പഠിച്ചു വെക്കുക. 1 സിക്കിം, 2 മിസോറാം, 3 അരുണാചൽ പ്രദേശ്, 4 ഗോവ, 5 നാഗാലാൻഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സും ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സ് നമ്മൾ കണ്ടു. ടോപ്പ് 5 നമ്മൾ കണ്ടു, അതുപോലെ ബോട്ടം 5 അഥവാ ലാസ്റ്റ് 5 നമ്മൾ കണ്ടു, അഥവാ ലീസ്റ്റ് പോപ്പുലേഷൻ ഉള്ള 5 ഇന്ത്യൻ സ്റ്റേറ്റ്സ് നമ്മൾ കണ്ടു. ഇതെല്ലാം 2011 സെൻസസിനനുസരിച്ചാണ്. പുതിയ ഒരു സെൻസസ് റിപ്പോർട്ട് വരാത്തതുകൊണ്ട് തന്നെ ഈ സെൻസസ് ഇൻഫർമേഷൻ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്